ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു അടിപൊളി കറിയാണ് കേട്ടോ, ദമ്മാലു. എന്നാൽ പിന്നെ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടന്നാലോ. ഇങ്ങനത്തെ കുഞ്ഞാലുകളാണ് ദമ്മാലു ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. മോളടുത്ത് 2 ദിവസം ബാംഗ്ലൂർ പോയിരുന്നു, അവിടെ നിന്നാണ് കേട്ടോ എനിക്കിത് കിട്ടിയത്. ഇനി കുഞ്ഞാലു കിട്ടിയില്ല ചാരും ദമ്മാലു ഉണ്ടാക്കാതിരിക്കും വേണ്ട. വലിയ ആലു മുറിച്ചിട്ട് അതുപോലെ കഷ്ണങ്ങളാക്കിയിട്ടും ദമ്മാലു കറി ഉണ്ടാക്കാം. അപ്പോൾ ഈ കുഞ്ഞാലുകളെ മുറിക്കേണ്ട ആവശ്യമില്ല, മുഴുവനോടെയാണ് നമ്മൾ കറിയിലേക്ക് ഇടാൻ പോണത്. ഇനി ഇത് അവർ ഓരോരുത്തരും എടുത്തിട്ട് ഇതുപോലെ തോലിങ്ങനെ ഇളക്കി കളയണം. അങ്ങനെ ഇതാ എല്ലാ ആലുകളെയും നമ്മൾ തോലൊക്കെ കളഞ്ഞ് ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പന്മാരായി എടുത്തു. ഇനി അടുത്ത പണി എന്താണെന്നറിയോ, എല്ലാ ആലുകൾക്കും ഇതുപോലെ പപ്പടക്കോല് വെച്ചിട്ട് ഓട്ട ഉണ്ടാക്കി കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ആവി കയറിയിട്ട് ഇത് വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 3-4 സ്ഥലത്ത് ഇതുപോലെ ഓട്ട വെച്ച് കൊടുക്കണം. വലിയ പൊട്ടറ്റ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടാൽ മതി. അങ്ങനെ എടുത്തു വെച്ച എല്ലാ കിഴങ്ങുകൾക്കും 4-5 തുളകളൊക്കെ ഇട്ട് കൊടുത്തു. ഇനി ഇതുപോലെ ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ചൂടാക്കുക. ഇതിനൊക്കെ എണ്ണയായിരിക്കും നല്ലത് വെളിച്ചെണ്ണേനെക്കാട്ടിലും. എന്നിട്ട് ഓരോ ആലുകളായിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഗ്യാസ് നല്ലോണം സിമ്മിലിട്ടിട്ട് പതുക്കെ വേവിച്ചെടുക്കണം, കാരണം അതിൻ്റെ ഉള്ളൊക്കെ നന്നായി വെന്ത് കിട്ടണമല്ലോ. എന്നിട്ട് ഇതുപോലെ നിറമൊക്കെ മാറിക്കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അങ്ങനെ ദമ്മാലുവിലേക്ക് വേണ്ട ആലുവൊക്കെ റെഡിയായി. ഇനി അതിന് ഗ്രേവി വേണമല്ലോ, അതിന് വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. ഇനി ആലു വറുത്ത എണ്ണയിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച സവാള മുറിച്ചിടുക, വെളുത്തുള്ളി ഇടുക, ഇഞ്ചി ഇടുക. എന്നിട്ട് നല്ലോണം അതിനൊക്കെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മൂന്നും ഒന്ന് വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇതൊക്കെ കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി എടുത്തു വെച്ചൊരു തക്കാളി ഉണ്ടായിരുന്നല്ലോ, അതും ഇതുപോലെ മുറിച്ച് കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അണ്ടിപ്പരിപ്പ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ 1/2 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി തക്കാളിയൊക്കെ നന്നായി ഒന്ന് വെന്തുടയുന്ന വരെ നന്നായി വഴറ്റിയെടുക്കുക. അതൊക്കെ നന്നായി വഴന്ന് ചൂടാറിക്കഴിഞ്ഞാൽ മിക്സിയിൽ നല്ല മിനുമിനുക്കനെ അരച്ചും കൂടി വെക്കുക. മറ്റൊരു പാനിൽ 1 ടീസ്പൂൺ എണ്ണയും 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കുക. അത് ചൂടായി കഴിഞ്ഞാൽ 2 ഏലക്ക, 2 ഗ്രാമ്പു, 1 കഷ്ണം പട്ട, 1 ബേ ലീഫ്, 1/2 ടീസ്പൂൺ ജീരകം, ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കുക. ഇനി അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, അത് അതിലേക്ക് അങ്ങോട്ട് കൊട്ടിക്കൊടുക്കാം. ഇനി എണ്ണയും ആ അരപ്പും എല്ലാം കൂടി ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ അരപ്പിൻ്റെ നിറം അതുപോലെ മാറി തുടങ്ങും കേട്ടോ. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടി ഇട്ട് അതും കൂടി അതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടോ, ഇതൊക്കെ നന്നായി മൂത്ത് ഇതുപോലെ എണ്ണയൊക്കെ വേറെ ആയി തുടങ്ങുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരച്ച മിക്സി കഴുകി ഒഴിച്ച വെള്ളമാണേത്. ഇതിലെ കട്ടകളൊക്കെ പതുക്കെ ഉടച്ച് ഇതെല്ലാം ഈ ഗ്രേവിക്ക് ഇങ്ങനെ മിക്സാക്കി കൊടുക്കുക. ഈ ഗ്രേവിയിൽ ഇതുപോലെ അങ്ങനെ തള വന്നു തുടങ്ങിയാൽ നമ്മൾ വറുത്ത് വെച്ച ആലു ഉണ്ടല്ലോ, അതിനതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഗ്രേവിയും ആലും എല്ലാം കൂടി കിടന്നങ്ങനെ തിളയ്ക്കട്ടെ. ആലുവിലേക്ക് ഈ മസാലകളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് തന്നെ സിമ്മിലാക്കിയിട്ടിട്ട് ഒരു 7 മിനിറ്റൊക്കെ അടച്ച് വെച്ച് അങ്ങനെ ഇരുന്ന് തിളയ്ക്കട്ടെ. ഇനി 7 മിനിറ്റ് കഴിഞ്ഞു അടപ്പൊന്ന് തുറന്നു നോക്കാം. എന്തൊരു മണം! അവസാനമായിട്ട് 1/2 ടീസ്പൂൺ ഫ്രഷ് ക്രീമും കുറച്ച് മല്ലിയിലയും കൂടി അങ്ങനെ വെതറി കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദമ്മാലു ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി എന്താ, നല്ല മൊരിച്ച ബ്രെഡിൻ്റെ കൂടെ ഇതങ്ങോട്ട് കഴിക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ കൂടെ. എൻ്റെ കൂടെ മാത്രമല്ലേ, ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണേ. അപ്പം നിങ്ങൾക്കൊക്കെ ഈ ദമ്മാലു ഇഷ്ടമായില്ലേ? എല്ലാവരും ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ. ഇനിയും ഇതുപോലുള്ള വെറൈറ്റി ഡിഷുകൾ കാണാൻ ചില്ലി ഫ്ലേക്സിനെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ കൂടി മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.